നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിൽ തലപൊക്കി SDPI. പ്രവീൺ നെട്ടാരു വധക്കേസ് പ്രതിയെ മത്സരിപ്പിക്കാൻ SDPI നീക്കം. ജയിലിലുള്ള പ്രതിക്ക് മണ്ഡലം റെഡി. കർണാടകയിൽ വൻ ലഹളയ്ക്ക് വഴിവെച്ച സംഭവമാണ് യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകം. ഇപ്പോൾ കൊലക്കേസിലെ നേതാവിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചട്ടം കൂട്ടുകയാണ് SDPI. കൊലക്കേസ് പ്രതി ഷാഫി ബെള്ളാരയെ ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് SDPIയുടെ നീക്കം. പോപ്പുലർ ഫ്രണ്ടിനെ അടിച്ചൊതുക്കിയപ്പോൾ മാളത്തിലൊളിച്ച SDPI വീണ്ടും പത്തിപ്പൊക്കുന്നു. കൊലപാതകിയെ മത്സരിപ്പിക്കാൻ നീക്കം നടക്കുമ്പോൾ അതിന് കേരളത്തിലെ SDPI കേന്ദ്രങ്ങളിൽ നിന്നും ചരടുവലിയെന്ന് ആരോപണം. കേരള അതിർത്തിക്ക് തൊട്ടടുത്തുള്ള ജില്ലയാണ് ദക്ഷിണ കന്നഡയിലെ പുത്തൂർ. യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു വധക്കേസിലെ പ്രതി ഷാഫി ബെള്ളാരെ ഇപ്പോൾ ജയിലിലാണുള്ളത്. വരുന്ന കർണാടക സംസ്ഥാന തിരഞ്ഞെടുപ്പിലാകും ഷാഫി ബെള്ളാരയെ SDPI മത്സരിപ്പിക്കുക. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാലുടൻ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. എന്നാൽ ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയരും. കാരണം പ്രവീൺ കൊലപാതക കേസിൽ വലിയ പ്രതിഷേധം ഉയർത്തി യുവമോർച്ചയും BJP നേതൃത്വവും രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള SDPIക്കാരൻ മത്സരിക്കാൻ ഒരുങ്ങുന്ന നീക്കത്തെ എന്തു വില കൊടുത്തും യുവമോർച്ച ചെറുക്കും. 2022 ജൂലൈ 26 ദക്ഷിണ കർണാടകയിലെ സുള്യയിൽ യുവമോർച്ച നേതാവായ പ്രവീൺ നെട്ടാരുവിനെ 4 അംഗ സംഘം പട്ടാപ്പകൽ വെട്ടിക്കൊല്ലുന്നത്. ഈ കൊലപാതകത്തിന് 5 ദിവസം മുൻപ് കാസർഗോഡ് സ്വദേശിയായ മസൂദിനെ കൊന്നതിലെ പ്രതികാരമായിട്ടായിരുന്നു പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകമെന്നായിരുന്നു ആദ്യ നിഗമനം. ദേശീയ തലത്തിൽ തന്നെ വലിയ കോളിളക്കമുണ്ടാക്കിയ ഈ കേസിൽ 5.5 മാസത്തെ അന്വേഷണത്തിന് ശേഷം NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇന്ത്യയിൽ ജനാധിപത്യം അട്ടിമറിച്ച് 2047ഓടെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടിരുന്നു എന്നതടക്കം ഗുരുതരമായ പരാമർശങ്ങളാണ് പ്രവീൺ നെട്ടാരു കൊലപാതക കേസിലെ കുറ്റപത്രത്തിലുള്ളത്. 2047 ആകുമ്പോഴേക്ക് ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതി ഇട്ടിരുന്നുവെന്നും ഇതിനായി ആളുകളെ ലക്ഷ്യമിട്ട് കൊല്ലാനായി കില്ലർ സ്ക്വാഡുകൾ അഥവാ സർവീസ് ടീമുകൾ രൂപീകരിച്ചുവെന്നും കുറ്റപത്രത്തിൽ NIA ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവർക്ക് ആയുധ പരിശീലനം അടക്കം നൽകിയിരുന്നുവെന്നും NIA കുറ്റപത്രത്തിലുണ്ട്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി കൊലപാതകം നടത്തുന്ന രീതിയും NIA വ്യക്തമാക്കിയിരുന്നു. കർണാടകയിൽ നടന്നിട്ടുള്ള പല കൊലപാതകങ്ങളിലും കേരളത്തിലെ SDPI പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളുമായി വ്യക്തമായ ബന്ധമുണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ കണ്ടെത്തലുകളാണ് പ്രവീൺ നെട്ടാരു കൊലപാതകത്തിന് പിന്നാലെ പുറത്തുവന്നത്. നേതാവിനെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള SDPI നീക്കത്തിന് പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും. കാരണം കർണാടകയിൽ പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി കൂടിയാണ് തലപൊക്കിയിരിക്കുന്നത് SDPI. കേന്ദ്രം പത്തി നോക്കി അടിച്ചൊതുക്കിയതോടെ PFIക്ക് തല പൊക്കാനാകാത്ത സ്ഥിതിയാണ്. PFIയുടെ രാഷ്ട്രീയ മുഖമാണ് SDPI. രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ. SDPI പ്രവർത്തനങ്ങൾ PFIക്ക് വേണ്ടി കൂടിയാണ്. രാഷ്ട്രീയ മുഖമായതുകൊണ്ട് SDPIയെ ഒതുക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ അതിനുള്ള ചരടുവലികളും കേന്ദ്രത്തിൽ ഒരുങ്ങുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ SDPI കേന്ദ്രങ്ങൾക്കും ഷട്ടറിടും.